പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. എല്ലാ പ്രിയ ദൈവമക്കൾക്കും ക്രിസ്തേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ഈ കഥാസന്ദേശത്തിന്റെ വിഷയം തോൽ വസ്ത്രവും രക്ഷാവസ്ത്രവും എന്നതാണ്. പഴയ നിയമ പുസ്തകങ്ങളിലും പുതിയ നിയമ സഭാ ചരിത്രത്തിലും നമുക്ക് നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ കാണുവാൻ കഴിയും. ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിച്ച വിജയപരാജയങ്ങളിൽ നിന്ന് നമുക്ക് ചില ആത്മീക ഉൾക്കാഴ്ചകളും പ്രചോദനങ്ങളും മുന്നറിയിപ്പുകളും ശ്രദ്ധിക്കാം. ബൈബിളിലെ ആദ്യ സ്ത്രീയായ ഹവ്വായും അവൾക്ക് സംഭവിച്ച പരാജയവും, പാപത്തിലായിരുന്നപ്പോൾ തന്നെ അവൾക്ക് ദൈവത്തിങ്കൽ നിന്ന് ലഭിച്ച സമ്മാനമായ തോൽ വസ്ത്രത്തെക്കുറിച്ചും, ഒപ്പം ഇന്ന് നമുക്ക് കർത്താവിൽ നിന്ന് ഗിഫ്റ്റായി ലഭിച്ചിരിക്കുന്ന രക്ഷാവസ്ത്രത്തെക്കുറിച്ചും ഈ സന്ദേശത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി 2-3 അധ്യായങ്ങളിൽ ഭൂമിയിലെ ആദ്യ സ്ത്രീയായും ഈ ലോകത്തിൽ ജനിച്ച എല്ലാ മനുഷ്യരുടെയും യഥാർത്ഥ മാതാവായും ഹവ്വായെ വിവരിച്ചിരിക്കുന്നു. ഹവ്വ എന്ന പേരിന്റെ അർത്ഥം തന്നെ എല്ലാ മനുഷ്യരുടെയും അമ്മ എന്നാണ്. അവർക്ക് അനേകം പുത്രിപുത്രന്മാരുണ്ടായിരുന്നു. എന്നാൽ കയീൻ, ഹാബിൻ, ഷേത്ത് എന്നീ 3 പുത്രന്മാരെ കുറിച്ച് മാത്രമേ വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നുള്ളൂ. ഒന്നാമതായി ദൈവം ഹവ്വായെ എങ്ങനെ, എന്തുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് ശ്രദ്ധിക്കാം. ആദ്യ മനുഷ്യനായ ആദാം ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് ദൈവം ആദാമിൽ നിന്ന് ഹവ്വയെ അവന് പൂർണ്ണതയുള്ള ഒരു സഹായിയായി സൃഷ്ടിച്ചു. ആദാമിൽ നിന്നും ഹവ്വയെ സൃഷ്ടിച്ചു എന്നതിനെക്കുറിച്ച് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5:29 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. മനുഷ്യരാരും തന്നെ സ്വന്തം ശരീരത്തിന്റെ ഒരു അവയവത്തെ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല, പ്രയോജനമില്ലാത്തതായി കാണുന്നുമില്ല. ആയതിനാൽ പുരുഷൻ സ്ത്രീയെ തന്റെ സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗമായി തന്നെ കാണുന്നതിനായും പരിപാലിക്കുന്നതിനായും സംരക്ഷിക്കുന്നതിനുമായും അവൾ പുരുഷനോടൊപ്പം ഒരു സഹായിയായി തുടരണം എന്ന ആശയത്തിൽ ദൈവം ഹവ്വായെ ആദാമിൽ നിന്നും വേർതിരിച്ച് പുതിയ ഒരു സൃഷ്ടിയാക്കി തീർക്കുകയും ചെയ്തു. ദൈവം തന്റെ പദ്ധതികൾ നിറവേറ്റുന്നതിനായുള്ള എല്ലാ യോഗ്യതകളും നൽകി ഹവ്വായെ അനുഗ്രഹിച്ചു. ഒപ്പം അവൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും നൽകിയിരുന്നു. ഇവിടെ ദൈവത്തിന്റെ ജ്ഞാനം, കൈപ്പണി ഇതെല്ലാം പ്രകടമായി വരുന്നു. രണ്ടാമതായി ഹവ്വായുടെ പരാജയങ്ങളെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. ഹവ്വയെ തന്റെ സന്നിധിയിൽ വിശുദ്ധയും നിഷ്കളങ്കയും ആക്കേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിനു മുൻപേ അവളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കുകയും ചെയ്തു. ഒപ്പം ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ ദൈവത്തെ വിട്ടുകളയുവാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തുകൊണ്ട് ജീവന്റെ വൃക്ഷവും ജ്ഞാനത്തിന്റെ വൃക്ഷവും അവരുടെ മുമ്പിൽ വയ്ക്കുകയും ജ്ഞാനത്തിന്റെ വൃക്ഷഫലം ഭക്ഷിക്കരുത് എന്ന കൽപ്പന നൽകുകയും ചെയ്തു. എന്നാൽ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഹവ്വായ്ക്ക് നിത്യവും മഹത്വപൂർണവുമായ ജീവിതം നയിക്കുവാനും ദൈവസ്നേഹത്തിൽ കുറ്റമറ്റതും വിശുദ്ധയുമായി നിലനിൽക്കുവാനും തുടരുവാനും അനുയോജ്യവുമായിരുന്നു. എന്നാൽ ഹവ്വ അവളുടെ ജീവിതത്തിന്റെ വിജയത്തിനായുള്ള ജീവന്റെ വൃക്ഷത്തിന്റെ ഫലത്തെ ശ്രദ്ധിച്ചതുമില്ല, സ്വീകരിച്ചുമില്ല. ഇതാണ് അവളുടെ ആദ്യ പരാജയം. 2 കൊരിന്ത്യർ 11:3 അപ്പോസ്തലൻ പറയുന്നു, സർപ്പം അതായത് സാത്താൻ ഹവ്വായെ വഞ്ചിക്കുവാൻ തന്റെ തന്ത്രം ഉപയോഗിച്ചു. ദൈവത്തോട് അവൾക്കുണ്ടായിരിക്കേണ്ട ആത്മാർത്ഥതയും വിശുദ്ധിയും സ്നേഹവും നശിപ്പിച്ചു. സർപ്പത്തിന്റെ വഞ്ചനയിൽ കുടുങ്ങിയ ഹവ്വ പിതാവായ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. അങ്ങനെ അവളുടെ ഭർത്താവായ ആദാമും അവൾ മുഖാന്തരം ദൈവത്തിൽ നിന്നും വേർപെട്ടു. ഇത് അവളുടെ ജീവിതത്തെ ഇരുട്ടിലേക്ക് നയിച്ചു. അവൾ ദൈവത്തിന് തുല്യയായില്ല. പകരം പിതാവായ ദൈവവുമായുള്ള ബന്ധം അവൾക്ക് നഷ്ടപ്പെട്ടു. ദൈവം അവരെ ജീവവൃക്ഷത്തിൽ നിന്നും വേർപെടുത്തി. ഇത് അവരുടെ ആത്മീക മരണത്തിലേക്ക് നയിച്ചു. അങ്ങനെ ഹവ്വായുടെ പരാജയം സംഭവിച്ചു. ഇത് നിമിത്തം ദൈവമായ കർത്താവ് ഹവ്വായെ ന്യായം വിധിച്ചു. അന്നു മുതൽ ഹവ്വായുടെ വേദനകളുടെയും കഷ്ടപ്പാടിന്റെയും കണ്ണുനീരിന്റെയും ജീവിതം ആരംഭിച്ചു. അവളുടെ ഭർത്താവ് അവളെ ഭരിക്കുവാൻ തുടങ്ങി. എന്നാൽ അന്നു മുതൽ സ്ത്രീ ഭർത്താവിന്റെ അധികാരത്തിനായി ആഗ്രഹിക്കുവാൻ തുടങ്ങി. പതുക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം പാപത്തിൽ കുടുങ്ങി. ദൈവം നിശ്ചയിച്ച സഹായത്തിന്റെയും സ്നേഹത്തിന്റെയും തത്വങ്ങൾക്ക് പകരം അവരുടെ ബന്ധം ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന സമത്വ സിദ്ധാന്തങ്ങളിൽ കുടുങ്ങി തകർന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമതായി ദൈവം ഹവ്വായ്ക്ക് നൽകിയ ഒരു സമ്മാനത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം അവൾ ഭക്ഷിച്ചപ്പോൾ അവളുടെ ഭൗമിക കണ്ണുകൾ തുറന്നു. അവൾ നഗ്നയായി കാണപ്പെട്ടു. അങ്ങനെ അവൾ വസ്ത്രമുണ്ടാക്കുവാൻ ശ്രമിച്ചു. പക്ഷെ ഉൽപ്പത്തിയുടെ പുസ്തകം 3:21 പിതാവായ ദൈവം അവരോട് കരുണ കാണിക്കുകയും ആദാമിനും അവന്റെ ഭാര്യ ഹവ്വായ്ക്കും തോൽ കൊണ്ടുള്ള അങ്കി ഉണ്ടാക്കി അവരെ ധരിപ്പിക്കുകയും ചെയ്തു. അവർക്ക് അനുതാപം ഇല്ലാതിരുന്നിട്ടും
പരസ്പരം ദോഷാരോപണം നടത്തിയിട്ടും പിതാവായ ദൈവം അവളോട് മനസ്സലിഞ്ഞ് ദയ കാണിച്ച് നൽകിയ സമ്മാനമാണ് തോൽ കൊണ്ട് അവർക്കായി നിർമ്മിച്ച വസ്ത്രം. ഇവിടെ സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തെയും കരുതലിനെയും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഒരുപക്ഷെ അവരിൽ അനുതാപവും പശ്ചാത്താപവും പാപക്ഷമാപേക്ഷയും കണ്ണുനീരുമുണ്ടായിരുന്നുവെങ്കിൽ പിതാവായ ദൈവത്തിന് അവരോട് ക്ഷമിക്കാതിരിക്കുവാൻ കഴിയും എന്ന് ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. ആമേൻ. തോൽ കൊണ്ടുള്ള വസ്ത്രം ധരിപ്പിച്ച് അവരെ പുറത്താക്കിയതിനു ശേഷം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 6:41 ശലോമോൻ രാജാവ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: യഹോവയായ ദൈവമേ, നിന്റെ പുരോഹിതന്മാർ രക്ഷാവസ്ത്രം ധരിക്കുകയും നിന്റെ ഭക്തന്മാർ നന്മയിൽ സന്തോഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:10 പ്രവാചകൻ തനിക്ക് ലഭിച്ച ഒരു ദർശനത്തെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. പിന്നെയും സഖറിയാ പ്രവാചകന്റെ പുസ്തകം 3:1-4 വരെയുള്ള വചനത്തിൽ വാഗ്ദത്ത ദർശനം സഖറിയാ പ്രവാചകന് ലഭിച്ചതെന്തെന്നാൽ, മഹാപുരോഹിതനായ യോശുവയെ യഹോവയുടെ ദൂതന്റെ മുൻപിൽ വച്ച് സാത്താൻ കുറ്റം ചുമത്തുകയായിരുന്ന സന്ദർഭത്തിൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരുന്നതിനാൽ യഹോവയുടെ ദൂതൻ തന്റെ മുൻപിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്നും പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. ആമേൻ. മഹാപുരോഹിതനായ യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്നും നീക്കിക്കളയുവാൻ കൽപ്പന നൽകിയതായി സഖറിയാ പ്രവാചകൻ പറയുന്നു. ഈ വാഗ്ദത്വത്തിന്റെ നിവൃത്തി എന്നോണം വെളിപാട് പുസ്തകം 7:14 വചനത്തിൽ വിശുദ്ധ യോഹന്നാന് ലഭിച്ച സ്വർഗീയ ദർശനത്തിൽ മൂപ്പന്മാരിൽ ഒരുത്തൻ വിശുദ്ധ യോഹന്നാനോട്, വെള്ള നിലയങ്കി ധരിച്ച ഇവർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. മഹാപുരോഹിതന്റെയും നമ്മുടെയും എല്ലാം അങ്കി അലക്കി വെളുപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്നതിനെ കുറിച്ച് ഞങ്ങളുടെ നീതിപ്രവൃത്തികൾ ഒക്കെയും കറപിരണ്ട തുണി പോലെ എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64:6 പ്രവാചകൻ പറയുന്നു. എന്നാൽ എബ്രായർക്കെഴുതിയ ലേഖനം 9:22 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. യേശുക്രിസ്തുവിന്റെ ദിവ്യയാഗത്തിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നതിലൂടെ വിശ്വസിക്കുന്നതിലൂടെ നമ്മുടെ അകൃത്യം മോചിക്കപ്പെടുന്നു, നാം ശുദ്ധീകരിക്കപ്പെടുന്നു. നാം യേശുവിലൂടെ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുന്നതിനോടൊപ്പമുള്ള നീതിപ്രവൃത്തികൾക്ക് മാത്രമേ ദൈവസന്നിധിയിൽ പ്രയോജനമുള്ളതായുള്ളൂ. ആയതിനാൽ വെളിപാട് പുസ്തകം 19:8 കർത്താവിന്റെ സഭയെക്കുറിച്ച് യോഹന്നാൻ ദർശിച്ച ദർശനത്തിൽ അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ലഭ്യമായിട്ടില്ല എങ്കിൽ നിശ്ചയമായും നാം ഹവ്വായെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. എന്നാൽ കല്യാണ വസ്ത്രം ധരിക്കാതെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ വന്ന വ്യക്തി പുറത്താക്കപ്പെട്ടു എന്ന് മത്തായി എഴുതിയ സുവിശേഷം 22:11-13 വരെയുള്ള വചനങ്ങളിൽ കർത്താവായ യേശു ഒരു ഉപമയിലൂടെ സഭയോട് പറയുന്നു. ഈ ഭാഗത്ത് രക്ഷാവസ്ത്രത്തിന് കല്യാണ വസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യ മനുഷ്യൻ പാപത്തിലായിരുന്നപ്പോൾ തന്നെ അവർക്കായുള്ള വസ്ത്ര നിർമ്മാണത്തിനായി നിശ്ചയമായി ഒരു മൃഗം ബലിയാടാക്കപ്പെട്ടിരിക്കണം. അപ്രകാരം തന്നെ നമ്മുടെ ആത്മീക വീണ്ടെടുപ്പിനായും യേശു കർത്താവിന് ബലിയാകേണ്ടതായി വന്നു. റോമർക്കെഴുതിയ ലേഖനം 5:8 പ്രകാരം കർത്താവായ യേശു ക്രിസ്തു രക്ഷാവസ്ത്രം നമ്മെ ധരിപ്പിച്ച് നമ്മെ ദൈവസന്നിധിയിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമാക്കേണ്ടതിന് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്കായി മരിച്ചു. നമ്മെ വീണ്ടും ദൈവവുമായി നിരപ്പിക്കുകയും പുതിയ സൃഷ്ടിയാക്കി തീർക്കുകയും ചെയ്തു. ആമേൻ. ആയതിനാൽ പ്രിയമുള്ളവരെ, നാം നമ്മുടെ തെറ്റുകൾ, നിരാശകൾ, ഭയം, ആകുലത, ഉത്കണ്ഠ ഇപ്രകാരമുള്ള സകല ഹൃദയ വിചാരങ്ങളെയും പാപങ്ങളെയും അംഗീകരിച്ചാൽ 1 യോഹന്നാൻ 1:9 പറയുന്ന പ്രകാരം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശുദ്ധനും നീതിമാനുമാകുന്നു. ഇങ്ങനെ ഒരു കാര്യം ഹൃദയത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ ഈ മൺകൂടാരത്തിൽ നാം നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായി തന്നെ ആയിരിക്കുകയും ചെയ്യും. ആമേൻ. ഇത് കർത്താവ് നമ്മുടെ അകൃത്യം ക്ഷമിച്ച് നമ്മെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കുന്ന അനുഭവപ്പെടുന്ന സന്തോഷമാണ്. ഈ ലോകത്തിന്റെ സകല ഹൃദയ ബന്ധനങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ്.
ദൈവവുമായുള്ള സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഉത്സവാഘോഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രത്യാശയും ആനന്ദവുമാണ്. രക്ഷയുടെ സന്തോഷമാണ് ഈ ഉത്സവ വസ്ത്രം. ഹവായിലൂടെ നഷ്ടപ്പെട്ട സ്വർഗീയ പാർപ്പിടത്തിൽ വീണ്ടും പ്രവേശിക്കുവാനായി കർത്താവായ യേശു തന്റെ പരിശുദ്ധാത്മാവിലൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ, ഹൃദയങ്ങളെ തുറക്കട്ടെ. ഈ രക്ഷാവസ്ത്രം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിലയേറിയ സമ്മാനമാണ്. ഈ നിത്യരക്ഷ സ്വീകരിക്കുവാൻ കർത്താവ് നിങ്ങളുടെ ആത്മീക ദൃഷ്ടികളെ പ്രകാശിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ.